അപ്പം നമ്മള് സാംസ് 62 വേഴ്സ് 5 ആണ്. സങ്കീർത്തനം 62:5 നമ്മൾ വായിച്ചത്. എന്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്ക, എന്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മൾ പറയുന്നത് മൊത്തം നമ്മളുടെ കംപ്ലൈൻസ് അല്ലേ? നമ്മൾ കർത്താവിന്റെ സന്നിധാനത്തിൽ വന്നിരുന്ന് പറയുന്നതും എന്തുവാ? കർത്താവേ എന്നോട് സൗഖ്യമാക്കണേ, എനിക്കിത് തരണേ, അത് തരണേ, അത് തരണേ. ഞാനിങ്ങനെ പലരെയും വാച്ച് ചെയ്യുന്നുണ്ട്. ആരോട് ചോദിച്ചാലും മക്കളുടെ കാര്യവും, പിന്നെ വീട് മേടിക്കുന്ന കാര്യവും, ജോലിയുടെ കാര്യവും, അല്ലെങ്കിൽ ക്യാൻസറിന് സൗഖ്യത്തിന്റെ കാര്യവും, ഡയബറ്റീസിന്റെ സൗഖ്യവും, ഇതൊക്കെയാണ് എല്ലാരും കർത്താവിനോട് ചോദിക്കുന്നത്. പക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഒരു മനുഷ്യരും എന്നാൽ ആന്റി ഞാനൊരു പ്രവചനപരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടില്ല. നമ്മുടെ ഫോക്കസ് എല്ലാം ഈ ലോകത്തിലേക്കായിപ്പോയി ദൈവമക്കളെ. ഹല്ലേലൂയ. മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലവും നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ. നമ്മുടെ ഫോക്കസ് അത് മാത്രമായെന്ന് മാത്രമല്ല, നമ്മുടെ പാട്ടും അത് തന്നെ ഇല്ലേ? എന്റെ വേദന, എന്റെ സൗഖ്യം, എന്റെ എല്ലാം, എന്റെ ഇതങ്ങോട്ട് മാറ്റിയിട്ട് കർത്താവേ കർത്താവേ കർത്താവിന്റെ എന്നൊന്നാക്കി നമുക്ക് ശ്രമിച്ച അങ്ങനെ മാറ്റുകയാണെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് ഒത്തിരി വ്യത്യാസം വരും. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ എന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മളെപ്പോഴും എന്റെ കാര്യം ദൈവം എന്നെ സഹായിക്കണം, അല്ലെങ്കിൽ എന്നെ നടത്തുന്നു. നമ്മൾ പാടുന്നത് എപ്പോഴും അങ്ങനല്ലേ? എന്നെ നടത്തുന്നു, എന്റെ ദൈവം എന്നെ നടത്തുന്നു, എൻ ദൈവം എന്നെ നടത്തിയിടുന്നു. ഇതൊക്കെയല്ലേ നമ്മൾ പാടുന്നത്? അതൊക്കെ നല്ല പാട്ടുകളാണ്. നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പാടി ദൈവത്തെ സന്തോഷിക്കാൻ. കർത്താവെ താങ്ക് യു. ആ താങ്ക് യു സോങ്സ് ആണ് അതെല്ലാം. അഴുക്കാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ആരാധനയ്ക്ക് വരുമ്പം കർത്താവ് നോക്കുന്നത്, ആരാധന പുരുഷനായ കർത്താവിനെ നോക്കുന്നതാ. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് അനോയിന്റിങ് ഒക്കെ വരുന്നേ. ഹല്ലേലൂയ. നമ്മൾ ആരാധനയിൽ അങ്ങോട്ട് മുഴുകി, ഇച്ചിരി മുമ്പേ നമ്മൾ പറഞ്ഞു, നമ്മൾ ആ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് റെസ്റ്റ് എടുക്കണം. ഞാൻ ഈ കടന്നു വരുമ്പം പിന്നെ കൈയടിച്ച് പാടി അന്യഭാഷ പറഞ്ഞിട്ട് പോകാന് അങ്ങ് ഉദ്ദേശിക്കുന്ന ആളല്ല. എനിക്ക് ഐ വാണ്ട് ടു റെസ്റ്റ് ഇൻ യുവർ പ്രസൻസ് ലോർഡ്. ഐ വാണ്ട് ടു ബാസ്ക് ഇൻ യുവർ പ്രസൻസ്. ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? ഐ വാണ്ട് ടു ബാസ്ക് ഇൻ യുവർ പ്രസൻസ്. ദൈവത്തിന്റെ സന്നിധാനത്തിൽ നമുക്കൊരു റെസ്റ്റ് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. പ്രൈസ് യു ഫാദർ. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസം അതല്ല. 3-ാം വാക്യം. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. ലോക സ്ഥാപനത്തിങ്കിൽ എന്റെ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷവും അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എന്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നു. 7-ാം നാളിൽ ദൈവം തന്റെ സകല പ്രവൃത്തികൾ നിവൃത്തനായി എന്ന് 7-ാം നാളിനെ കുറിച്ച് തൊട്ടടുത്ത് പറഞ്ഞിരിക്കുന്നു. എന്റെ സ്വസ്ഥയിൽ. ഓക്കെ, അതെല്ലാം കഴിഞ്ഞ് 9-ാം വാക്യത്തിൽ ഇംഗ്ലീഷിൽ പറയുന്നത്, there remaineth therefore a Sabbath rest for the people of God. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവർ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായി തീർന്നു. അതുകൊണ്ട് ആരും അപ്പം ദൈവത്തിനൊരു റെസ്റ്റ് ദൈവമക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ കർത്താവ് ശിഷ്യന്മാരുടെ അടുത്തും പറഞ്ഞു, നിങ്ങൾ വന്ന് റെസ്റ്റ് എടുക്കാൻ. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സന്നിധാനത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഒരു റെസ്റ്റ് ഉണ്ട്. നമ്മുടെ ലോഡെല്ലാം ലിഫ്റ്റ് ഓഫ് ചെയ്യും അല്ലേ? നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് പെട്ടെന്ന് നമ്മൾ കർത്താവേ ഞങ്ങളുടെ കുഞ്ഞിനെ അനുഗ്രഹിക്കണേ, അവരെ അനുഗ്രഹിക്കണേ, ഇവരെ അനുഗ്രഹിക്കണേ, ലില്ലിയാന്റി അനുഗ്രഹിക്കണേ, ശോശമ്മ അനുഗ്രഹിക്കണേ, എല്ലാരെയും അനുഗ്രഹിക്കണേ, യേശുവിന്റെ നാമത്തിൽ ആമേൻ അല്ലേ? നമ്മൾ എന്നിട്ട് എന്താ പാട്ടും പാടി നമ്മൾ നമ്മുടെ പാട്ടിന് പോകും. കർത്താവാണെ അവിടെ നോക്കിയിരിക്കുക. ആദാം പിന്നെ അവിടെ കർത്താവ് ആ ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്നത് എന്തിനായിരുന്നു? മനുഷ്യനോടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടി ഇറങ്ങി വന്നത്. ഫെലോഷിപ്പ് എന്നാ പറയുന്നത്. ഫെലോഷിപ്പിന് വേണ്ടി ഇറങ്ങി വന്നത്. കർത്താവിന് തന്നെ ഫെലോഷിപ്പ് ചെയ്യാൻ നമ്മളോട് താല്പര്യമാണ്. നമ്മളെന്തോ ചെയ്യുന്നത്? അതൊന്നും വേണ്ട, നീ എനിക്കെല്ലാം തന്നാ മതി, യേശുവിന്റെ നാമത്തിൽ ആമേൻ, നമ്മൾ പോയി കഴിഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. അതല്ല കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. ആ ദൈവത്തിന്റെ സന്നിധാനത്തിൽ വന്ന് മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. ആ കാലിന്റെ പാദത്തിൽ ഇരുന്നിട്ട് എന്തെടുത്തു? ഈ പാദം കൊണ്ട്, ഹല്ലേലൂയ, അവളുടെ കണ്ണുനീര് കൊണ്ട് ആ
കാലെല്ലാം ഒന്ന് കഴുകിയിട്ട് ഹല്ലേലൂയ അവിടെ മുടി കൊണ്ട് അത് തുടച്ചു. ഹല്ലേലൂയ. നമുക്കറിയാം നമുക്ക് ഏറ്റവും പ്രഷ്യസ് സാധനമാണ് നമ്മുടെ മുടി. ഹല്ലേലൂയ. ആ കർത്താവിനോടുള്ള സ്നേഹമാണ് ഇത് കാണിക്കുന്നത്. അവൾ അതൊന്നും വകവച്ചില്ല. അവളുടെ മുടിക്കകത്ത് ആ നമ്മൾ ആരെങ്കിലും മുടിയിട്ട് ആരുടെയെങ്കിലും ഭർത്താക്കന്മാരാണെങ്കിൽ പോലും നമ്മൾ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വല്ലതും ചെയ്യുന്നവരോ നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ സ്നേഹമുള്ള ആൾക്കാരായിരിക്കും. ഹല്ലേലൂയ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിച്ചപ്പോൾ അവൾ ചെയ്തത് അവളുടെ മുടിയൊന്നും അവൾക്ക് വിഷയമല്ല. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഈ ഔട്ട്സൈഡിലുള്ളൊക്കെ നല്ല സാരി ഉടുത്ത് തിളങ്ങുന്ന സ്കാർഫ് ഇടണം, അല്ലെങ്കിൽ ഇന്ന ഇടണതിന് ഞാനിതൊന്നും നോക്കാറേ ഇല്ല. സത്യം പറഞ്ഞാൽ അതൊന്നും എനിക്കൊരു ഒരു വിഷയമായിട്ട് തോന്നില്ല. എങ്ങനെയെങ്കിലും ദൈവസന്നിധാനത്തിൽ ചെന്നിരിക്കണം. എന്റെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ നിന്ന് എനിക്ക് എന്റെ ദൈവത്തെ ചില സമയത്ത് ഐ ഫീൽ ഗാഡ്സ് ഹഗിങ് മീ. നിങ്ങൾക്കറിയാമോ, നമ്മൾ ഓർക്കുന്നത് കർത്താവ് പറഞ്ഞു ഞാൻ നിന്റെ ഭർത്താവാണെന്ന്. ഹല്ലേലൂയ. കർത്താവ് നമ്മളുടെ ഭർത്താവാണെന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ കർത്താവ് ഹഗ് തരും ദൈവമക്കളെ. ഹല്ലേലൂയ. ഫിസിക്കലായിട്ട് നമ്മൾ അങ്ങനെ ഫീൽ ചെയ്യല്ല. ഹല്ലേലൂയ. പക്ഷെങ്കിൽ യു നോ ഹിസ് പ്രസൻസ് അല്ലേ? ആ കർത്താവിന്റെ സാന്നിധ്യം അങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴേ നമുക്കറിയാം. ഹല്ലേലൂയ. അവിടെ നമ്മുടെ വെയിറ്റ് എല്ലാം മാറിപ്പോവുകയാണ്. അതാണ് കർത്താവിലുള്ള റെസ്റ്റ് എന്ന് പറയുന്നത്. ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത് ആ തരത്തിലുള്ള ഒരു റെസ്റ്റാണ്. അല്ലാതെ ഹല്ലേലൂയ കാണുന്നതിനെല്ലാം കിടന്ന് കരഞ്ഞ് പിഴിഞ്ഞ് ഹല്ലേലൂയ ലോകക്കാരെ എല്ലാം ഇളക്കി അയ്യോ ഞാൻ എന്തോ ആയിത്തീരും ഹല്ലേലൂയ എന്ന് പറഞ്ഞ് നമ്മള് പോകാനല്ല. ഞാനും ഒക്കെ അങ്ങനെ ചെയ്ത സമയങ്ങളുണ്ടായിരുന്നു. പക്ഷെ കുറെ നാൾ ഇതെല്ലാം കടന്നു പോകുമ്പോണ്ടല്ലോ ഇതെല്ലാം പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ ഇതിനകത്തൊന്നും പറയാനില്ലാത്ത ഒരു അവസ്ഥയിലായിപ്പോയി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ അതിലൊരു റെസ്റ്റിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഈ ദൈവസന്നിധാനത്തിൽ കടന്നു വരുമ്പോൾ നമ്മളെല്ലാവരും വളരെ താല്പര്യപ്പെടുന്നതാണ് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന്. പക്ഷെ കർത്താവ് അതല്ല ആഗ്രഹിക്കുന്നത് ശരിക്കും. കർത്താവ് ഉദ്ദേശിക്കുന്നത് ഇത്രയുള്ളൂ. എന്റെ ആ കുഞ്ഞൊന്ന് വന്ന് എന്റെ പാദപീഠത്തിൽ ഒന്ന് ഇരുന്നിരുന്നെങ്കിൽ. ഇല്ലേ? അവിടെ ഇരിക്കുന്ന ഉടനെയാണ് ദൈവം പിന്നെ നമുക്ക് ഈ ബർഡൻ തരുന്നത്. ആരോടെങ്കിലും സംസാരിക്കാനോ അല്ലെങ്കിൽ നമ്മൾ വർക്കിലായിരിക്കുമ്പോ തന്നെ ചിലപ്പോ ഞാനിങ്ങനെ വർക്കിലായിരിക്കുമ്പോ ദൈവാത്മാവിനോട് ചോദിക്കും, കർത്താവ് എന്തോ ഞാൻ ഇവരോട് ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? എന്തെങ്കിലും കർത്താവിന് പറയാനുണ്ടോ? പെട്ടെന്ന് എന്റെ വായിലേക്ക് ചിലപ്പോ ഒരു പാട്ട് വരും, ചിലപ്പോ ഒരു വചനം വരും, ചിലപ്പോ അവരോട് ജസ്റ്റ് ഹൗ ആർ യു എന്ന് ചോദിക്കാൻ തോന്നും. അങ്ങനെ പറഞ്ഞങ്ങോട്ട് തുടങ്ങും. പിന്നെ അടുത്തത് വരുന്നത് സാൽവേഷന്റെ കാര്യമോ അല്ലെങ്കിൽ ഇന്നിപ്പോ ഞാനൊരു സ്ത്രീ അതിലിങ്ങനെ ഒത്തി ഒത്തി നടന്നു പോകുന്നുണ്ട്. ആക്ച്വലി ഒരു 5-6 മാസം മുമ്പ് ഞാന് ഞങ്ങളുടെ ഞാൻ എന്റെ പിന്നെ മെയിൻ സെൻട്രൽ ഫാർമസിന്ന് ഞാൻ ഞങ്ങളുടെ ഈ ഓഫീസിലേക്ക് ഇങ്ങനെ വരികയാണ്. ഞങ്ങളുടെ ഇൻവെന്റോറിയുടെ സ്ഥലത്തേക്ക് വരികയാണ്. അപ്പൊ ഞാൻ അവിടോട്ട് വരുന്ന സമയത്തുണ്ട് ഒരു സ്ത്രീ ഞങ്ങളുടെ ആ ഫാർമസിയുടെ വാതിക്കൽ നിന്ന് ഇങ്ങനെ ഭയങ്കര വീസിംഗ് ആണ്. വീസിംഗ് എന്ന് പറയുമ്പോ ആസ്മയുടെ അറ്റാക്ക് വന്നിട്ട് വീസ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഞാനപ്പോ അവളോട് എനിക്ക് പാസ് ചെയ്യാൻ ഒക്കത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പാസ് ചെയ്യാൻ ഒക്കത്തില്ല. ഞാൻ ചോദിച്ചു അവളോട് എന്തോ അസുഖം, നിനക്ക് എന്ത് പറ്റി? എന്നോട് പറഞ്ഞു ഐ ഡോണ്ട് ഹാവ് മൈ മെഡിക്കേഷൻ. എന്റെ മെഡിക്കേഷൻ ഞാൻ വീട്ടിൽ വെച്ചിട്ട് മറന്നുപോയി. എനിക്ക് ആസ്മയുള്ളതാണ്. അതുകൊണ്ട് അതുകൊണ്ടാണ് അത് വീസിംഗ് ആണ് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ദൈവമക്കളെ ആ സമയം അവൾക്ക് പൂർണ്ണ സൗഖ്യമായി. അവള് പിന്നെ എല്ലാ ദിവസവും കാണുമ്പോ എന്നെ ഹഗ് ചെയ്യും. പിന്നെ അവൾ അവിടെ ചെന്നിട്ട് വേറൊരു കറമ്പി ഒരു സ്ത്രീ ഉണ്ട്, അവരോട് ചെന്ന് പറഞ്ഞു. ഒരു വല്യമ്മച്ചിയാ. ഒരു ദിവസം കാഫറ്റേറിയയിൽ നിന്ന് ഞാനും ഫുഡ് മേടിച്ച് ഇങ്ങനെ നടന്നു പോകുമ്പോ ഈ അമ്മച്ചി ഒരു മൂളിപ്പാട്ടൊക്കെ പാട്ട് കേട്ടപ്പോഴേ എനിക്ക് തോന്നി ഒരു ക്രിസ്ത്യൻ സോങ് ആണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു യു ആർ സിംഗിങ് എ ക്രിസ്ത്യൻ സോങ് എന്ന് പറഞ്ഞു. അപ്പൊ വർഷിപ്പ് സോങ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓ സോ ഗുഡ് ടു നോ യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ് ഞാൻ സംസാരം തുടങ്ങി. അന്നേരം ഇവൾ എന്നോട് ചോദിക്കുക, ആർ യു ദാറ്റ് ലേഡി ദാറ്റ് ഗോസ് അറൗണ്ട് ആൻഡ് പ്രേ ഫോർ ദ സിക്ക്? അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, ഞാന് പിന്നെ സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട്, പ്രസംഗിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അന്നേരം അവള് പറഞ്ഞു അങ്ങനല്ല, നീ ഒരു ആസ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ ഒരു സ്ത്രീ, അവൾ എന്റെ അടുക്ക വന്ന് പറഞ്ഞു അവൾക്ക് സൗഖ്യം കിട്ടിയ കാര്യം. ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ നമ്മള് ഇതൊന്നും ഓർത്തോണ്ടല്ല ചെയ്യുന്നത്. നമുക്ക് അവിടെ പോകുന്ന സമയത്ത് കർത്താവ് ഒരു കമ്പാഷൻ തന്നു. നമുക്കിന്ന് ഇല്ലാത്തൊരു കാര്യം എന്നാ കമ്പാഷൻ ഇല്ല. ഹി മൂവ്ഡ് വിത്ത് കമ്പാഷൻ എന്നാ ബൈബിള് പറഞ്ഞേക്കുന്നത്. പരിശുദ്ധാത്മാവ് കമ്പാഷനേറ്റ് ഗോഡ്. കമ്പാഷനിൽ കൂടാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. നമുക്ക് ആ കമ്പാഷൻ ഇല്ലാതെ എത്ര പ്രാർത്ഥിച്ചാലും എനിക്ക് തോന്നുന്നില്ല ശരിയാകും.
ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ആ കമ്പാഷൻ കിട്ടണമെങ്കിൽ ആ അനോയിന്റിങ് ഉണ്ടായിരിക്കും. അനോയിന്റിങ്ങിൽ കൂടാണ് ഈ കമ്പാഷൻ വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് തർക്കിച്ചും വാദിച്ചും അവരെ കട്ട് ഡൗൺ ചെയ്തും ഒക്കെ സംസാരിക്കാൻ ഒക്കും. ഹല്ലേലൂയ. അങ്ങനെ ഞാനും ചിലപ്പോ ഒക്കെ സംസാരിക്കാറുണ്ട്. ഞാനും അങ്ങനെ വലിയ പരിശുദ്ധയായിട്ടൊന്നും അല്ല പറയുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു കമ്പാഷന്റെ അനുഭവം കർത്താവ് നൽകി തരും. ഹല്ലേലൂയ. അത് ആ പരിശുദ്ധാത്മാഭിഷേകത്തിൽ വരുന്ന ഒരു കാര്യമാണ്. ആ കാര്യം നമ്മൾ പിന്നെ അവരെ നോക്കുമ്പോൾ കർത്താവിന്റെ ഐസ് കൊണ്ടാ കാണുന്നത്. നമ്മുടെ ഐസ് കൊണ്ട് നോക്കിയാൽ നമ്മൾ പലതും കണ്ടെന്നിരിക്കും. പക്ഷെ കർത്താവിന്റെ ആ ഐസ് കൊണ്ട്, ഹൃദയം കൊണ്ട് നോക്കിയാൽ അവരുടെ ആ ഡിഫെക്റ്റ് ഒന്നുമല്ല കാണുന്നത്. പിന്നെ അവർക്ക് വേണ്ടി നമ്മൾക്ക് ഇടിവിൽ നിൽപ്പാൻ വേണ്ടി നമുക്കൊരു ബർഡൻ കിട്ടും. ഹല്ലേലൂയ. ഇനി ഞാൻ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല. ഇനിയും ഹല്ലേലൂയ നമുക്ക് ഇവിടെ നിർത്തുകയാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കും.